ഇന്ന് നമുക്ക് ചേമ്പ് പുഴുങ്ങിയാലോ. ചേമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയാണ് വേവിക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചേമ്പ്. ഇനി നമുക്ക് മുളക് കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കണം. കാന്താരി മുളകും ഉള്ളിയും തൈരും കൂടെ വെച്ചാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത കാന്താരി മുളക്, ഉള്ളി. കാന്താരി മുളകും ഉള്ളിയും ഉപ്പും കൂടെ വെച്ച് ചതച്ചെടുത്തുകൊണ്ട് വന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതാണ് തൈര് കൊണ്ടുള്ള ചമ്മന്തി. ഹായ്, ഇതിൻ്റെ കാന്താരിയുടെ നല്ല മണം കൊതി വരുന്ന പോലുള്ളൊരു മണമാണ്. കാന്താരി മുളകിൻ്റെ നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇത്. ചേമ്പും നല്ല തൈരൊഴിച്ച കാന്താരി ചമ്മന്തിയും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.